24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ബിനീഷിന്റെ അമ്മ മസ്കാര വാങ്ങിച്ചു വെച്ച, പക്ഷെ അവ എല്ലായിടത്തും മീശയിലിട്ട് കറുപ്പി. ചേട്ടൻ ഇടാറുണ്ടല്ലോ, എനിക്ക് ചേട്ടനല്ലേ പറഞ്ഞു. ശരി ലക്ഷ്മി ചേച്ചിയായിട്ട് ഞാൻ ഇപ്പൊ ഒരു സിനിമ ചെയ്തിരുന്നു, നമ്മൾ ഒരുമിച്ച് ചെയ്തിരുന്നു. അതാണ് പറയാൻ വന്നത്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതെ കണ്ട് ഞാൻ അയ്യോ അത് റിസവാബല്ല, ടിനീട്ടറാണ്. അല്ല, ഞാൻ പേടിച്ചായിരുന്നു. ഞാൻ ഇത്രയും ഓരോരുത്തരുടെ അഭിനയിക്കുമ്പോൾ ഇവരുടെ അഭിനയിക്കുന്നത്, ഇവരുടെ അഭിനയിക്കുന്ന മഞ്ജു വാര്യരുടെ അഭിനയിക്കാൻ പോയപ്പോ ഞാൻ പേടിച്ചാ പോയത്. ഇത് കണ്ടപ്പോഴും ഞാൻ വെച്ചു, ദൈവമേ. അല്ല, ഞാനാണ് പേടിച്ചത്. കാരണം വന്ന ഉടനെ തന്നെ ഒരു ഗ്ലിസറിനും ഇല്ല, ഒന്നുമില്ല. എന്റെ മകനെ വിടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ എന്റെ അടിമുടി വരച്ചു പോയി. കാരണം കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒരു മകനെ വിടാൻ വേണ്ടിയിട്ട് ഒരു അമ്മ എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇത്ര പെട്ടെന്ന് ഇവര് ഗ്രാസ്പ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്. എന്റെ ഒരാളെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളൊരു ഉടനീളമുള്ള ഒരു സീരിയലിൽ അഭിനയിച്ച് അമ്മയായിട്ട് ഞാനിങ്ങനെ ഇയാൾ അഭിനയിക്കുമ്പോഴത്തേക്കൊന്ന് പറഞ്ഞോട്ടെ, സത്യം ഞാൻ പറയാം ഇയാൾ എന്തിങ്ങനെ ഒരു ചമ്മലും ഒരു പേടിയും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കാണും കൂടെ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ കണ്ട്. അപ്പം ഞാൻ കണ്ട്. അപ്പൊ ഇത് എൻ്റെ കൂടെ അഭിനയിച്ച് പറഞ്ഞു മാറ്റം കണ്ട് മക്കളെ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ മാറ്റം സ്റ്റാർ മേജിക് വന്നതാണ്. എനിക്ക് ആ ധൈര്യം സ്റ്റാർ മേജിക് 4 നിന്ന് കിട്ടിയ ധൈര്യമാണ്. അല്ല, നന്നായിട്ട് അഭിനയിക്കുന്നു. ഇപ്പൊ ഒരുപാട് മാറ്റമായി, വലിയവനായി. അവൻ പറയിപ്പിച്ചല്ലോ, നീ രക്ഷപ്പെട്ടല്ലോ. ഞങ്ങളുടെ പരിപാടി പൊളിഞ്ഞാലും നീ രക്ഷപ്പെട്ടു. സന്തോഷമായല്ലോ. ഏത് ഗസ്റ്റ് വന്നാലും എന്നെ ഇഷ്ടമാണ്. എന്റെ കൂടെ അഭിനയിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും അഭിനയിച്ചോണ്ട് മൗനരാഗത്തിൽ എന്റെ കൂടെ അഭിനയിക്കുന്ന ആ സീരിയലിൽ എന്തെങ്കിലും മിണ്ടാറുണ്ടോ? ഹലോ ഞങ്ങൾ എല്ലാ മാസവും ഒരു ഷെഡ്യൂൾ 15 ദിവസം ഉണ്ടെങ്കിൽ ഒരു 6 ദിവസമെങ്കിലും എന്നും കാലത്ത് കാണും. ഒരുമിച്ച് വർക്ക് നമ്മളൊരു 5 സീനോളം അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? 5 സീനോളം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമ കണ്ട് സീരിയൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തൊക്കെയാണ് ഞാൻ ഇതുവരെ ചോദിക്കാത്ത ആ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. കാരണം ഇവരിൽ നിന്ന് പല കാര്യങ്ങളും നമ്മളും അഡോപ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതായത് ഈ എനർജിയുടെ ആ ഒരു സീക്രട്ട് റെസിപ്പി എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. എനിക്കൊരു ലൈഫുണ്ട്. നമ്മൾ എപ്പോഴും മുകളിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും അയ്യോ അത്ര കോംപ്ലക്സ്. ബെറ്റർ ദാൻ ദം എന്ന് വിചാരിക്കുമ്പോൾ എന്തായാലും ഒരു സൂപ്പറാണ്. ഡ്രസ്സിംഗ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഐ ഡോണ്ട് കെയർ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും. ശരി, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കനകമ്മയുടെ അടുത്ത് ഒരു ദിവസത്തെ റുട്ടീൻ നമുക്ക് ചോദിക്കാട്ടോ. കാരണം ഇവരുടെയൊക്കെ എനർജി നമ്മൾ കണ്ട് പഠിക്കണമല്ലോ. ഡാൻസ് ടീച്ചറും കൂടിയല്ലേ? എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? ഒരു സ്കൂളിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓർത്തഡോക്സ് സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ സ്കൂൾ തുടങ്ങിയ വർഷം മുതൽ 20 വർഷം ഡാൻസ് പഠിപ്പിച്ചു ഒരു സ്കൂളിൽ തന്നെ. അത് ആ ഒരു ടീച്ചർ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ 20 വർഷമൊക്കെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ. നമ്മുടെ സമീപനം ഇഷ്ടമാകുന്നോണ്ടായിരിക്കും, ഇല്ലേ അവരടിച്ച് പുറത്താക്കത്തില്ലേ? ഒരു ദിവസം ഒഴിവുള്ള ഒരു ദിവസം എങ്ങനെയാ കടന്നു പോവാ? ഒഴിവുള്ള ഒരു ദിവസം ഞാൻ യൂട്യൂബ് ഒക്കെ എടുത്ത്. ഇപ്പൊ ഒഴിവില്ലാന്ന്, ഇപ്പൊ ഡേറ്റ് ഇല്ലാന്ന്, മൊത്തത്തില് ക്ലാസ് അല്ലേ? അതൊരു സത്യം തന്നെയാ. അയ്യോടാ, എനിക്ക് നമ്മുടെ കലയാണ് എനർജി. ആരും മോഷ്ടിച്ചോണ്ട് പോകാത്ത നമ്മുടെ സ്വത്തെന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള കലയാണ്. അടിപൊളി. പക്ഷെ അത് മാത്രല്ല, നമ്മുടെ കലയെ മോഷ്ടിക്കുന്നവരുണ്ട്. വേണ്ട, ഇങ്ങോട്ട് വേണ്ട.